സ്വർണം വീട്ടിൽ വെക്കാതെ സുരക്ഷിതമായ ഇടത്തിൽ സൂക്ഷിക്കൂ, കൈനിറയെ പണം നേടൂ. വടക്കാഞ്ചേരി അർബൻ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇപ്പോൾ സ്വർണ്ണ പണയ വായ്പാ പദ്ധതി ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുള്ളപ്പോൾ നിങ്ങൾ എന്തിന് ടെൻഷൻ അടിക്കണം? വടക്കാഞ്ചേരി അർബൻ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, മാക്സ് കെയർ ഹോസ്പിറ്റലിന് സമീപം, VMC കോംപ്ലക്സ്, വടക്കാഞ്ചേരി. ഫോൺ 04884231455. ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ നടത്താൻ വടക്കാഞ്ചേരി നഗരസഭയിൽ ചേർന്ന ആലോചനാ യോഗം തീരുമാനിച്ചു. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന ഓണവർണം 2025 വിവിധ പരിപാടികളോടെ നടത്തും. സെപ്റ്റംബർ 1, 2, 3 എന്നീ തീയതികളിലായാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. 1 വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടനത്തിന് ശേഷം നാട്ടിലെ കലാകാരന്മാരുടെ പരിപാടികൾ അരങ്ങേറും. ദിവസവും വൈകിട്ട് 4:30 മുതൽ നാടൻ കലകളും, വൈകിട്ട് 7 മണി മുതൽ രാത്രി 9 മണി വരെ പ്രൊഫഷൻ ടീമുകളുടെ പരിപാടികളും അരങ്ങേറും. കെ രാധാകൃഷ്ണൻ MP, സേവ്യർ ചിറ്റലപ്പിള്ളി MLA എന്നിവർ രക്ഷാധികാരികളും നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ജനറൽ കൺവീനറുമായ 501 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ തുടർച്ചയായി, കഴിഞ്ഞ വർഷത്തെ കാര്യം ഇവിടെ പറഞ്ഞു, നടത്തുന്ന ഓണവർണം 2025 എന്ന ഓണാഘോഷ പരിപാടി ഇത്തവണയും വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ ഒരു ആലോചന യോഗമാണ്, സംഘാടക സമിതി രൂപീകരണ യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയോത്സവമാണ് ഓണം. വടക്കാഞ്ചേരിയിൽ നമ്മുടെ എക്സിബിഷൻ പോലെ, അല്ലെങ്കിൽ കുത്താളിക്കാവ് പൂരം പോലെ, കുറ്റിയങ്കാവ് പൂരം പോലെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ, അതിൽ മതമില്ല, രാഷ്ട്രീയമില്ല, ജാതി മത വ്യത്യാസമില്ലാതെ വളരെ വിപുലമായ രീതിയിലുള്ള കൂട്ടായ്മ എല്ലാ കാലഘട്ടത്തിലും വടക്കാഞ്ചേരിയിൽ ഉണ്ടാവണം എന്നൊരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നഗരസഭ തന്നെയാണ്, അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് എക്സിബിഷൻ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിൻ്റെ തുടർച്ച നമ്മൾ 19 വർഷമായിട്ട് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ സംഘടിപ്പിക്കാൻ വേണ്ടി നമുക്ക് കഴിയുകയാണ്. വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ PV മുഹമ്മദ് ബഷീർ, PR അരവിന്ദാക്ഷൻ, SAA ആസാദ്, വടക്കാഞ്ചേരി സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് NK പ്രമോദ് കുമാർ, MR സോമനാരായണൻ എന്നിവർ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.